ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വേറിട്ട പഠനം എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു വാക്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, നല്ലതും മനോഹരമായിരിക്കുന്ന നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി അങ്ങയുടെ സന്നിധിയിൽ തിരുവചന പഠനത്തുള്ള ബന്ധത്തിലായിരിക്കാൻ കർത്താവിന് കൃപ തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കേൾവിക്കാരായിരിക്കുന്ന എന്നെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന വചനം അവരുടെ ജീവിതത്തിൽ പ്രയോജനമായി തീരുവാൻ അവരെ കർത്താവിനെ സഹായിക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. സംസാരിപ്പാനടിയനെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവനാമം മഹത്വമെടുക്കണം. പ്രാർത്ഥന കേട്ടിരിക്കുന്ന സ്തോത്രം സകലതും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വേറിട്ട പഠനമെന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ തിരുവചന പഠനത്തുള്ള ബന്ധത്തിലായിരിക്കുവാൻ കർത്താവ് നൽകി തന്ന നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നമുക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദിവസങ്ങളായി നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് 111 സങ്കീർത്തനം 11 വാക്യത്തെ ആസ്പദമാക്കി ചില വിഷയങ്ങൾ നമ്മൾ ചിന്തിക്കുവാനിടയായി തീർന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചത് യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട് എന്നുള്ളതിനെക്കുറിച്ച്, ബുദ്ധി എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൽ നിന്നും ഒരു വിഷയം നമ്മൾ പഠിക്കുവാനിടയായി തീർന്നു. ബുദ്ധി തുറന്നു എന്നുള്ള വാക്യത്തെ ആസ്പദമാക്കി, അല്ലെങ്കിൽ ഒരു മനുഷ്യ ജീവിതത്തിൽ മനുഷ്യനിൽ തുറക്കപ്പെടേണ്ട ചില വാതിലുകളുണ്ട് എന്നുള്ള വിഷയത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചത് കണ്ണ് തുറന്നു വരിക അല്ലെങ്കിൽ തുറന്നു കിട്ടണം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുവാനിടയായി തീർന്നു. ഇതിൻ്റെ ന്യായപ്രമാണത്തിൽ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമെന്നുള്ള വാക്യത്തോടുള്ള ബന്ധത്തിൽ കണ്ണ് തുറന്നതായിരിക്കുന്ന ചില വ്യക്തികളെക്കുറിച്ച് നാം ചിന്തിക്കുവാനിടയായി തീർന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. മനുഷ്യനിൽ തുറക്കപ്പെടേണ്ട വാതിലുകളിൽ രണ്ടാമത് തുറന്നു കിട്ടേണ്ടത് ചെവി തുറക്കുക എന്നുള്ളതാണ്. അതിനാധാരമായി നമുക്ക് ഒരു വാക്യം വായിക്കാം. യെശയ്യാപ്രവചനം 50-ാം അധ്യായം അതിൻ്റെ 5-ാമത് വാക്യം വായിക്കുന്നു. യെശയ്യാപ്രവചനം 50-ാം അധ്യായം 5-ാമത് വാക്യം. യഹോവയായ കർത്താവ് എൻ്റെ ചെവി തുറന്നു, ഞാനോ മറുത്തു നിന്നില്ല, പിന്തിരിഞ്ഞതുമില്ല. ഇവിടെ വായിച്ചിരിക്കുന്നത് യഹോവയായ കർത്താവ് എൻ്റെ ചെവി തുറന്നു, ഞാനോ മറുത്തു നിന്നില്ല. യെശയ്യാപ്രവചനത്തെ ഈ മുഴു പുസ്തകത്തോട് തുലനം ചെയ്ത് പഠിക്കാവുന്നതാണ്. ഈ പുസ്തകത്തിന് 66 അധ്യായങ്ങൾ പുസ്തകങ്ങൾ ഉള്ളതുപോലെ യെശയ്യാപ്രവചനത്തിന് 66 അധ്യായങ്ങൾ ഉള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ നിന്ന് പഠിക്കുമ്പോൾ എല്ലാ പുസ്തകത്തിലും യേശുക്രിസ്തുവിനെക്കുറിച്ച് സവിസ്താരം വിശദീകരിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്രകാരം യെശയ്യാപ്രവചനത്തെ ഓരോ അധ്യായങ്ങളിലും നാം പരിശോധിച്ചാൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ജനനം മുതലുള്ള കാര്യങ്ങൾ, തുടർന്ന് നടക്കേണ്ടുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സവിസ്താരം വിശദീകരിച്ചിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെ കർത്താവ് യേശുക്രിസ്തുവിനെ ചിത്രീകരിച്ചിരിക്കുന്നത് കൊണ്ട് പഴയ നിയമത്തിലെ സുവിശേഷ ഗ്രന്ഥമായി ഈ പുസ്തകത്തെ വേദപണ്ഡിതാക്കൾ അഭിപ്രായപ്പെടുന്നുണ്ട്. യെശയ്യാപ്രവാചകനെ പഴയ നിയമത്തിലെ സുവിശേഷകൻ എന്ന് സംബോധന ചെയ്ത് നമുക്ക് പഠിക്കാവുന്നതാണ്. കാരണം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ജനനം, വളർച്ച, തൻ്റെ പ്രവർത്തനം, മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, വീണ്ടും വരവ്, സഹസ്രാബ്ദ വാഴ്ച അല്ലെങ്കിൽ തുടർന്നുള്ള കാര്യങ്ങളെല്ലാം പ്രാവചന വിഷയമായി കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ഭാവി കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നതുകൊണ്ട്
പഴയ നിയമത്തിലെ സുവിശേഷ ഗ്രന്ഥമെന്ന് വേദപണ്ഡിതാക്കൾ ഇതിനെ അഭിപ്രായപ്പെടുന്നുണ്ട്. അങ്ങനെ 50-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം വായിച്ചു കേട്ടത്, യഹോവയായ കർത്താവ് എൻ്റെ ചെവി തുറന്നു, ഞാനോ മറുത്തു നിന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പുസ്തകത്തിൻ്റെ ഇതര ഭാഗങ്ങളിലേക്ക് ഞാൻ ചരിത്രപരമായിട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല. നമ്മുടെ വിഷയം നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ചെവി തുറക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു മനുഷ്യ ജീവിതത്തിൽ തുറക്കപ്പെടേണ്ട വാതിലുകൾ എന്ന് പറയപ്പെടുന്നത് നാം ചിന്തിക്കുമ്പോൾ രണ്ടാമത് പറഞ്ഞത് ചെവി തുറക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതായത് ചെവി അടഞ്ഞിരിക്കുന്ന ഒരനുഭവം അന്നുണ്ടായിരുന്നു. അത് എങ്ങനെയാണ് അടഞ്ഞു പോയത് എന്ന് വിശുദ്ധ ബൈബിളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. തുടർന്ന് ചെവി തുറക്കുന്നതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരെയും ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. അപ്പോൾ ചെവി അടഞ്ഞത് എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒന്നാമത് നാം ചിന്തിക്കുമ്പോൾ എഴുതുന്നവർക്കായി പറയുന്നു, ഒന്നാമത്തെ പോയിൻ്റ്, ചെവി അടഞ്ഞത് പാപം മൂലം. യെശയ്യാപ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 10-ാമത് വാക്യം ഇങ്ങനെ വായിക്കുന്നു, ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതെ ഇരിക്കേണ്ടതിന് നീ അവരുടെ ഹൃദയം തടിപ്പിക്കുകയും അവരുടെ ചെവി മന്ദമാക്കുകയും അവരുടെ കണ്ണ് അടച്ചു കളയുകയും ചെയ്യുക എന്ന് പറയും. ഇതിൻ്റെ ഈ അധ്യായത്തിൻ്റെ 6-ാം അധ്യായം 1-ാമതുള്ള വാക്യം നാം ചിന്തിക്കുമ്പോൾ, ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരിക്കുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുകളുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോടൊരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിരിക്കുന്ന വേദവാക്യമാണ് വായിച്ചു കേട്ടിരിക്കുന്നത്. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നു പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്നത് ഞാൻ കണ്ടു. ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളതായിരിക്കുന്ന ഒരു കാഴ്ച പ്രവാചകൻ കാണുകയാണ്. അപ്പോൾ സാറാഫുകളിൽ നിന്ന് അവർക്ക് 6 ചിറകുകൾ ഉള്ളതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 2 ചിറകുകൊണ്ട് അവർ പറന്നു നിൽക്കും, 2 ചിറകുകൊണ്ട് അവർ മുഖം മൂടും, 2 ചിറകുകൊണ്ട് അവിടെ പാദം മൂടും. എന്നിട്ട് ഒരുത്തൻ ഫേസ് ടു ഫേസായി നിന്നുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർത്തുകൊണ്ടിരിക്കുന്നു. അവരെ ആക്കിയ സ്ഥാനം അന്ന് മുതൽ അത് അവരുടെ ഡ്യൂട്ടി അവർ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ യെശയ്യാപ്രവചനം അല്ലെങ്കിൽ യെശയ്യാവ് നോക്കുമ്പോൾ ഈ മഹത്വകരമായിരിക്കുന്ന ഈ കാഴ്ച കണ്ടപ്പോൾ തൻ്റെ ജീവിതം 1-ാം അധ്യായം മുതൽ പ്രവചിച്ചു വരുന്നുണ്ടെങ്കിലും ഈ അധ്യായത്തിൽ വരുമ്പോൾ ഈ ഒരു വസ്തുത കണ്ട നിമിഷത്തിൽ തന്നെ തൻ്റെ ഒന്ന് കാണുവാനിടയെത്തിരുന്നു. അപ്പോൾ അത് രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യമുണ്ട്. 5-ാമത് വാക്യം, അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സാറാഫുകൾ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്നുകൊണ്ട് കൊടിൽ കൊണ്ട് ഒരു തീക്കനൽ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്നു. അത് എൻ്റെ വായ്ക്ക് തൊടുവിച്ചു, ഇത് നിൻ്റെ അധരങ്ങളെ തൊട്ട് നിന്നാൽ നിൻ്റെ അകൃത്യം നീങ്ങി നിൻ്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അതായത് അപ്പോൾ പ്രവാചകൻ ഈ വസ്തുത കാണുമ്പോൾ, ഈ മഹത്വകരമായിരിക്കുന്ന കാഴ്ച കാണുമ്പോൾ തൻ്റേതായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുവാനും തൻ്റെ സാഹചര്യത്തെക്കുറിച്ച് അല്പം വിലയിരുത്തുവാനും ഇടയായിത്തീർന്നപ്പോൾ സൈന്യങ്ങളുടെ യഹോവയായ ദൈവത്തെ കണ്ടുപോയി എന്നവിടെ പറയുവാനിടയായിത്തീർന്നു. അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ വന്ന് എന്താ ചെയ്ത് തീക്കനൽ എടുത്തുകൊണ്ട് തന്നെ നാവിനെ തൊട്ട് ശുദ്ധീകരിച്ചതായിട്ട് കാണുന്നു. അപ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന, ഇത് തൊട്ടതിനാൽ നിൻ്റെ അകൃത്യം നീങ്ങി നിൻ്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ പാപം, അകൃത്യം, ഇത് വിഷയം സവിസ്താരമായി പഠിക്കേണ്ട വിഷയമാണ്. അപ്പോൾ പാപം മുഖാന്തരം ചില കാര്യങ്ങളെല്ലാം അടഞ്ഞു പോകാനും ചിലതായിരിക്കുന്ന ദൈവത്തിൽ നിന്നും അകന്നു പോകുവാനായിട്ടിടയായിത്തീർന്നു. അതായത് പാപം മുഖാന്തരമാണ് ദൈവത്തിൽ നിന്നും മനുഷ്യൻ അകന്നു പോകുവാനിടയായിത്തീർന്നിരിക്കുന്നത്.
അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പിന്നെ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ തൊട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, നമ്മൾ വായിച്ചു കേട്ടത്, ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കാതെയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് നീ അവരുടെ ഹൃദയം തടിപ്പിക്കുകയും അവരുടെ ചെവി മന്ദമാക്കുകയും അവരുടെ കണ്ണ് അടച്ചു കളയുകയും ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പാപത്തിൽ വന്നതുകൊണ്ട് ദൈവമായിട്ടുള്ള അകന്ന ഒരു ബന്ധത്തിൽ വന്നപ്പോൾ അത് എന്ത് ചെയ്തു? ചെവിയെല്ലാം അടഞ്ഞു പോകാനിടയായിത്തീർന്നു, മന്ദമാകാനിടയായിത്തീർന്നു. അപ്പോൾ പാപം മുഖാന്തരം പല നഷ്ടങ്ങൾ മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. തുടർന്നുള്ള കാര്യങ്ങൾ വിഷയത്തിലേക്ക് പോകുമ്പോൾ അതിനെക്കുറിച്ച് എടുക്കേണ്ടതായിരിക്കും. അപ്പോൾ ഇവിടെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പാപം മുഖാന്തരം അടയപ്പെട്ടതായിരിക്കും ചെവി അടഞ്ഞു പോകാനായിട്ട് ഇടയായിത്തീർന്നു. അടുത്ത പോയിൻ്റ് നമുക്ക് എഴുതേണ്ടത്, അനേകരുടെ അവസ്ഥ ഇന്നും ഇങ്ങനെ തന്നെ എന്ന് എഴുതുക. അനേകരുടെ അവസ്ഥ ഇന്നും ഇങ്ങനെ തന്നെ എന്ന് പറഞ്ഞാൽ അടയപ്പെട്ട അവസ്ഥയിലാണ് പലരും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. യെശയ്യാപ്രവചനം 43 അധ്യായം 8 വാക്യം. യെശയ്യാപ്രവചനം 43 8 വാക്യം. കണ്ണുണ്ടായിട്ടും കുരുടന്മാരായും ചെവിയുണ്ടായിട്ടും ചെകിടന്മാരായും ഇരിക്കുന്ന ജനത്തെ പുറപ്പെടുവിച്ച് കൊണ്ടുവരുവിൻ. സകല ജാതികളും ഒന്നിച്ച് കൂടട്ടെ, വംശങ്ങൾ ചേർന്ന് വരട്ടെ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് കണ്ണുണ്ടെങ്കിലും കുരുടന്മാരായും ചെവിയുണ്ടെങ്കിലും ചെകിടന്മാരായും ഇരിക്കുന്ന ജനം. അപ്പം അതിൻ്റെ അർത്ഥം ഈ പാപത്താൽ അടയപ്പെട്ടു പോയ ചില വാതിലുകളുണ്ട്. അതാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അടഞ്ഞുപോയ അവസ്ഥയിൽ ആയിരങ്ങൾ ഇന്ന് ലോകത്തിലുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിനെ അംഗീകരിച്ച് കഴിയുമ്പോൾ, ലോകരക്ഷിതാവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഏത് നിമിഷം, അല്ലെങ്കിൽ പാപിയായിരിക്കുന്ന ഒരു മനുഷ്യൻ അങ്ങനെ ചെയ്യുന്ന, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും കൊണ്ട് ഏറ്റുപറയും ചെയ്യുന്നൊരു സന്ദർഭം ഒരുവൻ്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ സന്ദർഭം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവൻ രക്ഷയുടെ അനുഭവത്തിലേക്കും മടങ്ങി വരുവാനിടയെത്തീരും. അപ്പോൾ ക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷ നമുക്ക് ലഭ്യമായി തീരും. അതോടുകൂടി ഈ അടഞ്ഞു കിടക്കുന്ന വാതിലുകളെല്ലാം തുറന്ന് കിട്ടുവാൻ ദൈവം നമുക്ക് ഭാഗ്യങ്ങളെ ഒരുക്കിത്തരും, അവസ്ഥയെ ഒരുക്കിത്തരും എന്നുള്ളതാണ് ഈ വിഷയത്തോടുള്ള ബന്ധത്തെ നാം ചിന്തിക്കാനുള്ളത്. അപ്പോൾ ചെവി അടഞ്ഞത് പാപം മുഖമാന്തരമാണ്. ഇന്നും അനേകർ അങ്ങനെ തന്നെ ഇരിക്കുന്നു എന്നുള്ള വസ്തുതയാണ് ഇപ്പോൾ നാം വായിച്ച് കേട്ടിരിക്കുന്ന വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമത് നമുക്ക് എഴുതേണ്ടത്, ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ എഴുതേണ്ടത്, മനുഷ്യൻ്റെ ചെവിക്ക് ഒരു പരിച്ഛേദന ആവശ്യം എന്നെഴുതണം. മനുഷ്യൻ്റെ ചെവിക്ക് ഒരു പരിച്ഛേദന ആവശ്യം. ബ്രാക്കറ്റിൽ വേർപാട് വിശുദ്ധി എന്ന് എഴുതുക. യിരെമ്യാപ്രവചനം 6 അധ്യായം 10 വാക്യം വായിക്കുന്നു. യിരെമ്യാപ്രവചനം 6:10 ഇങ്ങനെ വായിക്കുന്നു: അവർ കേൾപ്പാൻ തക്കവണ്ണം ഞാൻ അവരോട് സംസാരിച്ച് സാക്ഷീകരിക്കേണ്ടത്. അവരുടെ ചെവിക്ക് പരിച്ഛേദന ഇല്ലായകയാൽ ശ്രദ്ധിപ്പാൻ അവർക്ക് കഴിയുകയില്ല. യഹോവയുടെ വചനം അവർക്ക് നിന്ദയായി ഇരിക്കുന്നു, അവർക്ക് അതിൽ ഇഷ്ടമില്ല. ഇവിടെ വായിച്ചിരിക്കുന്നത്, നമ്മൾ ഈ അടഞ്ഞു വരിക്കുന്ന മനുഷ്യരാശിക്ക് അടഞ്ഞു വരിക്കുന്ന ചെവിക്ക് ഒരു പരിച്ഛേദന ആവശ്യമാണ്. പരിച്ഛേദന എന്നുള്ള ഒരു വിഷയം നമുക്ക് അറിയാം. എങ്കിലും അത് പുതിയ നിയമത്തിലും ഹൃദയ പരിച്ഛേദന എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ഈ ചെവിക്ക് പരിച്ഛേദന വേണം, അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠാ ജീവിതം വേണം, ഒരു സമർപ്പണ ജീവിതം വേണം എന്നുള്ളതാണ് അതിൻ്റെ ആത്മീയ അർത്ഥം എന്ന് പറയപ്പെടുന്നത്. അതില്ലായകയാൽ, പരിച്ഛേദന ഇല്ലായകയാൽ ദൈവത്തിൻ്റെ വചനങ്ങൾ ശ്രദ്ധിപ്പാൻ അവർക്ക് കഴിയുകയില്ലെന്ന് തിരുവചനം നമ്മെ ബോധിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഇടപെടൽ, ആ പരിച്ഛേദനയുമായുള്ള ബന്ധത്തിൽ ചെവിക്കും അങ്ങനെ ഒരു പരിച്ഛേദന ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരാമെന്നില്ലെങ്കിൽ, സമർപ്പണം ഇല്ല എങ്കിൽ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുവാനായിട്ട് ഒരുവന് കഴിയുകയില്ല എന്നാണ് തിരുവചനം നമ്മെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അവിടെ കാണുവാൻ സാധിക്കുന്നത്, യഹോവയുടെ വചനം അവർക്ക് നിന്ദയാണ്. പലർക്കും ഈ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്, ആത്മീയ കാര്യങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് പലപ്പോഴും നിന്ദയായിരിക്കുന്ന ഒരു അനുഭവം പലരുടെ ജീവിതത്തിൽ, ലോകത്തിൽ നോക്കുമ്പോൾ ലോകക്കാരായിരിക്കുന്നവർക്ക് അത് നിന്ദയായിരിക്കുന്നു. അവർക്കതിൽ ഇഷ്ടമില്ല എന്നാണ് രേഖപ്പെടുത്തിയത്. എന്തിലെ തിരുവചനത്തിൽ അവർക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ തിരുവചനം വായിക്കുന്നതും അത് പഠിക്കുന്നതും അത് പ്രസംഗിക്കുന്നതും അത് കേൾക്കുന്നതും പലർക്കും അതിൽ ഇഷ്ടമില്ല എന്നുള്ളതാണ് തിരുവചനത്തിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ഈ വാക്യത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ കാരണം അവർക്ക് ഒരു പരിച്ഛേദനയുടെ അനുഭവം, സമർപ്പണത്തിൻ്റെ
ഒരു അനുഭവം അവർക്ക് ഇല്ലായകയാൽ ഇതിലൊന്നും അവർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. പലതിലും ലോകപരമായിരിക്കുന്ന പല കാര്യങ്ങളിലും അവർ സന്തോഷം കണ്ടെത്തുമ്പോൾ ഒരു ദൈവ പൈതൽ സന്തോഷം കണ്ടെത്തേണ്ടത് ദൈവികമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിലും ദൈവികമായിരിക്കുന്ന ഇടപെടലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലുള്ള ആ സംസർഗത്തിലും അതിലും ഹൃദയത്തിൽ സന്തോഷം കൈവരിക്കാൻ ദൈവത്താലുള്ള സന്തോഷം, ആത്മീയ സന്തോഷത്തിൽ നാം എന്ത് ചെയ്യണം, ഇഷ്ടപ്പെടുന്നവരായിരിക്കണം എന്നുള്ളതാണ് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത 4-ാമത്തെ ഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ ഇങ്ങനെ എഴുതണം: പഴയ നിയമകാലത്ത് പുരോഹിതനായി തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ വലത് കാൽ രക്തം പുരട്ടണം, കുഞ്ഞാടിൻ്റെ രക്തം പുരട്ടണം എന്നവിടെ രേഖപ്പെടുത്തി. ലേവ്യ പുസ്തകം 8-ാം അധ്യായം 23-ാമത് വാക്യം. ലേവ്യ പുസ്തകം 8-ാം അധ്യായം 23-ാമത് വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: അവൻ അതിനെ അറുത്ത് മോശ അതിൻ്റെ രക്തം കുറെ എടുത്ത് അഹരോൻ്റെ വലത്തെ കാതിന്മേലും വലത്തെ കൈയുടെ പെരുവിരലിന്മേലും വലത്തെ കാലിൻ്റെ വിരലിന്മേലും പുരട്ടി. അപ്പോൾ പുരോഹിതന്മാരായിരിക്കുന്ന അഹരോനും എൻ്റെ പുത്രന്മാരൊക്കെ ചെയ്തിരിക്കുന്ന ഒരു കാര്യം ഈ അധ്യായത്തിലെ 1 തുടങ്ങി വായിച്ചു വരുമ്പോൾ 23-ാം വാക്യത്തിൽ പറയുന്ന കാര്യമാണ് ഈ വിഷയത്തോട് ബന്ധത്തിൽ നാം ഇപ്പോൾ വായിച്ചു കേട്ടിരിക്കുന്നത്. അവൻ അതിനെ അറുത്ത് മോശ അതിൻ്റെ രക്തം കുറെ എടുത്ത് അഹരോൻ്റെ വലത്തെ കാതിന്മേലും വലത് കൈയുടെ പെരുവിരലിന്മേലും വലത്തെ കാലിൻ്റെ പെരുവിരലിന്മേലും പുരട്ടി എന്ന് വായിക്കുന്നു. അപ്പോൾ ഒരു പ്രതിഷ്ഠാ ജീവിതം, വലത് കാലിൽ രക്തം പുരട്ടണം എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ഒരു പ്രമാണം അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു പ്രതിഷ്ഠാ ജീവിതത്തെയും ദൈവമായിട്ടുള്ളൊരു ബന്ധത്തിൻ്റെയും ഒരു തെളിവായി അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന രീതിയിൽ അവിടെ അത് ആ കാര്യം മോശയോട് ദൈവം പറയുന്ന ഒരു കാര്യമാണ് അവിടെ വായിച്ച് കേട്ടിരിക്കുന്നത്. അടുത്ത ഭാഗത്തേക്ക് 5-ാം ഭാഗത്തേക്ക് വരുമ്പോൾ ഈ കൽപ്പന പാലിച്ചാൽ ദൈവശബ്ദം ഉണ്ടായാൽ അവൻ്റെ ചെവി മുഴങ്ങും എന്ന് എഴുതണം. ഈ കൽപ്പന പാലിച്ചാൽ, ഏത് കൽപ്പന? ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന 1-ാമത്തെ ഭാഗവും 2, 3, 4 ഭാഗം നാം ചിന്തിച്ചു. ഇങ്ങനെ ഈ കൽപ്പനയൊക്കെ പാലിച്ചാൽ ദൈവശബ്ദം ഉണ്ടായി, ദൈവത്തിന് നമ്മോട് എന്തെങ്കിലും അറിയിക്കുക, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം നമ്മോട് ഉണ്ടായാൽ തൻ്റെ ചെവിയിൽ അത് മുഴങ്ങും, അല്ലെങ്കിൽ ചെവി അത് കേൾക്കുവാനിടയായിത്തീരും. 1 ശമൂവേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 11-ാമത് വാക്യം. 1 ശമൂവേൽ 3:11 ഇങ്ങനെ വായിക്കുന്നു: യഹോവ ശമൂവേലിനോട് അരുളി ചെയ്തത്, ഇതാ ഞാൻ ഇസ്രായേലിൽ ഒരു കാര്യം ചെയ്യും, അത് കേൾക്കുന്നവൻ്റെ ചെവി രണ്ടും മുഴങ്ങും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്നുകൂടെ വായിക്കുന്നു: യഹോവ ശമൂവേലിനോട് അരുളി ചെയ്തത്, ഇതാ ഞാൻ ഇസ്രായേലിൽ ഒരു കാര്യം ചെയ്യും, അത് കേൾക്കുന്നവൻ്റെ ചെവി രണ്ടും മുഴങ്ങും. സന്ദർഭം നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. ശമൂവേൽ ബാലൻ എന്നറിയപ്പെടുന്ന ആ വ്യക്തിയെക്കുറിച്ചാണ് ഇവിടെ വായിച്ച് കേൾപ്പിച്ചിരിക്കുന്നത്. പ്രാർത്ഥനയുടെ പുത്രൻ, അല്ലെങ്കിൽ യഹോവയോട് ചോദിച്ചു വാങ്ങി എന്ന് പറഞ്ഞവന് ശമൂവേൽ എന്ന പേരിട്ടു എന്ന് വായിക്കുന്നു. സന്ദർഭം നമുക്ക് ഇതിൻ്റെ 1-ാം അധ്യായം മുതൽ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വിവരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ആ കാലഘട്ടത്തെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 3-ാം അധ്യായം 1-ാമത് വാക്യം: ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനം ഏറെ ഇല്ലായിരുന്നു. അക്കാലത്ത് ഒരിക്കൽ കാണാൻ വഹിയാതെ വണ്ണം അവൻ്റെ കണ്ണ് മങ്ങിത്തുടങ്ങിയിരുന്നു. അതായത് പുരോഹിതൻ്റെ കണ്ണ് മങ്ങിത്തുടങ്ങിയിരുന്നു ആ കാലഘട്ടം. ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ശമൂവേൽ ബാലൻ്റെ ആലയത്തിലുള്ള ആ ശുശ്രൂഷയും, അല്ലെങ്കിൽ അവിടെയുള്ള ആ സമീപനവും ദൈവം ശമൂവേൽ ബാലനെ വിളിക്കുകയും ചെയ്യുന്ന സന്ദർഭമാണ് 3-ാം അധ്യായത്തിൽ നാം വായിച്ച് കേട്ടിരിക്കുന്നത്. ഏലി പുരോഹിതൻ്റെ അടുക്കൽ ശമൂവേൽ ബാലനെ മാതാവ് കൊണ്ട് ആക്കുവാനിടയായി തീർന്നു. അവിടെ അങ്ങനെ വളർന്നു വരവേ വളരെ പ്രതിഷ്ഠാ ജീവിതമൊക്കെ ഉള്ളവനായി ആലയത്തിലെ കാര്യങ്ങളൊക്കെ നോക്കി എടുത്തും അങ്ങനെ ജീവിച്ചു വരവേ ഒരു ദിവസം രാത്രിയിൽ താൻ കിടന്നുറങ്ങുമ്പോൾ യഹോവയായിരിക്കും ദൈവം ശമൂവേലിനെ വിളിക്കുവാനിടയായി തീർന്നു.
അപ്പം ഏലി പുരോഹിതനായിരിക്കും എന്ന് വിചാരിച്ച് പുരോഹിതൻ്റെ അടുക്കൽ ചെന്ന് ഗുരു എന്നെ വിളിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ 1-2 പ്രാവശ്യം അങ്ങനെ സംഭവിച്ചപ്പോൾ ഏലി പുരോഹിതന് മനസ്സിലായി യഹോവയായിരിക്കും ദൈവമാണ് ഇവനെ വിളിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നതാണ് 3-ാമത്തെ അധ്യായത്തിലെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്, വിവരിക്കുന്നില്ല. ഇനി ആ ശബ്ദമുണ്ടായാൽ യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ പിന്നെയും ആ ശബ്ദം കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ശമൂവേൽ എന്താ ചെയ്തത്? യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറയുവാനിടയായി തീർന്നു. അങ്ങനെ ദൈവശബ്ദം കേട്ട നിമിഷത്തിൽ അന്ന് താൻ പറയുന്ന കാര്യമാണ് 11-ാം വാക്യത്തിൽ നമ്മുടെ വായിച്ചിരിക്കുന്നത്. യഹോവ ശമൂവേലിനോട് അരുളി ചെയ്തത് ഇതാ, ഞാൻ ഇസ്രായേലിൽ ഒരു കാര്യം ചെയ്യും, അത് കേൾക്കുന്നവൻ്റെ ചെവി 2 മുഴങ്ങും. തുടർന്ന് വരാൻ പോകുന്ന വിപത്തിനെക്കുറിച്ചൊക്കെ ശമൂവേൽ ബാലനോട് യഹോവയായിരിക്കും ദൈവം അന്ന് സംസാരിക്കുവാനിടയായി തീർന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവകൽപ്പന പാലിച്ചാൽ ദൈവത്തിൻ്റെ പഴയ നിയമകാലത്ത് നിയമം കൊടുത്ത പോലെ കാതിൽ ആ രക്തം പുരട്ടുകയും ഒരു പരിച്ഛേദന, വേർപാട്, വിശുദ്ധി അങ്ങനെ പാലിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ കൽപ്പനയൊക്കെ പാലിച്ച ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ ഇടയായി തീരുമെന്നുള്ളതാണ്. അത് അന്നും ഇന്നും അങ്ങനെ തന്നെ പ്രവർത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ അതിൻ്റെ കാരണം ആ ദൈവത്തിൻ്റെ വിളിക്കനുസരിച്ച്, ദൈവം വിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ വിളി കേൾക്കുവാൻ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് കൊടുക്കണം എന്നുള്ളതാണ് ആത്മീയ സന്ദേശം അതിൽ നിന്നും, അല്ലെങ്കിൽ ഒരു ആത്മീയ ദൂത് അതിനകത്തുനിന്ന് പറയുവാനായിട്ട് ഉള്ളത്. അടുത്ത ഭാഗത്തേക്ക് നാം ചിന്തിക്കുമ്പോൾ 6-ാമത് ചെവിയെ ദൈവ മുമ്പാകെ സമർപ്പിക്കുക. സദൃശവാക്യങ്ങൾ 23-ാം അധ്യായം 12-ാമത് വാക്യം. സദൃശവാക്യം 23:12 വായിക്കുന്നു. നിൻ്റെ ഹൃദയം പ്രബോധനത്തിനും നിൻ്റെ ചെവി പരിജ്ഞാന വചനങ്ങൾക്കും സമർപ്പിക്കുക. നിൻ്റെ ഹൃദയം പ്രബോധനത്തിനും നിൻ്റെ ചെവി പരിജ്ഞാന വചനങ്ങൾക്കും സമർപ്പിക്കുക. അപ്പം ചെവിയെ ദൈവ മുമ്പാകെ സമർപ്പിക്കുക എന്നുള്ളതിനാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ഹൃദയം പ്രബോധനത്തിനും ചെവി പരിജ്ഞാന വചനങ്ങൾക്കും, പരിജ്ഞാനമായിരിക്കുന്ന വചനത്തെ, ദൈവവചനത്തെ കേൾക്കേണ്ടതിന് സമർപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവവിളി കേൾക്കുവാനും ദൈവത്തിൻ്റെ സന്ദേശം നമുക്ക് പ്രാപിക്കുവാനും ഇടയായിത്തീരും എന്നുള്ളതാണ്. റോമാലേഖനം 12-ാം അധ്യായത്തിൽ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി സമർപ്പിപ്പിൻ എന്ന് പറഞ്ഞു. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക്, ദൈവസന്നിധിയിലേക്ക്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് നമ്മെ വിട്ടുകൊടുക്കുമ്പോൾ ദൈവം നമ്മെ നിശ്ചയമായും അനുഗ്രഹിക്കും. അതൊരു യാഗമായി നമ്മളെ തന്നെ മുഴുവനായും കൊടുക്കുവാൻ പൗലോസ് അവിടെ നമുക്ക് ബുദ്ധി ഉപദേശിച്ച് തരികയാണ്. അപ്പോൾ ചെവിയെ എന്ത് ചെയ്യണം? ദൈവം മുമ്പാകെ സമർപ്പിക്കുന്നവരായിരിക്കണം. നമ്മൾ കേൾക്കേണ്ട കാര്യങ്ങൾ മാത്രം കേൾക്കുക, അല്ലാത്തതെല്ലാം വിട്ടുകളയുക. നല്ലതിനെ എല്ലാം കേട്ട് ശോധന ചെയ്ത് പക്ഷെങ്കിൽ നല്ലതിനെ മുറുകെ പിടിച്ചിട്ട് അല്ലാത്തതിനെല്ലാം വിട്ടുകളയാനാണ് പൗലോസ് ലേഖനങ്ങൾ കൂടി നമുക്ക് ബുദ്ധി ഉപദേശിച്ച് തരികാൻ ഇടയായിത്തീരുന്നത്. അടുത്ത ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നു. ഇങ്ങനെ ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു തരും? കർത്താവ് ചെവി തുറക്കും. മർക്കോസ് സുവിശേഷം 7-ാം അധ്യായം 35-ാമത് വാക്യം വായിക്കുന്നു. മർക്കോസ് സുവിശേഷം 7-ാം അധ്യായം 35-ാമത് വാക്യം. 34 കൂടെ തീർത്ത് വായിക്കണം. സ്വർഗത്തിലേക്ക് നോക്കി നെടുവേർപ്പിട്ട് അവനോട് തുറന്നു വരിക എന്ന് അർത്ഥമുള്ള എഫഥ എന്ന് പറഞ്ഞു. ഉടനെ അവൻ്റെ ചെവി തുറന്നു, നാവിൻ്റെ കെട്ടും അഴിഞ്ഞിട്ട് അവൻ ശരിയായി സംസാരിച്ചു. ഇത് ആരോട് പറയരുത് എന്ന് അവരോട് കൽപ്പിച്ചു. എങ്കിലും അവൻ എത്ര കൽപ്പിച്ചുവോ അത്രയും അവർ പ്രസിദ്ധമാക്കി. അവൻ സകലതും നന്നായി ചെയ്തു. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ നടന്നതായിരിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ വായിച്ചു കേട്ടിരിക്കുന്നത്. 31-ാമത് വാക്യം മുതൽ വായിക്കുമ്പോൾ അവൻ വീണ്ടും സോരിൻ്റെ അതിർ വിട്ട് സീദോൻ വഴിയായി ദക്കപ്പൊലി ദേശത്തിൻ്റെ നടുവിൽ കൂടി ഗലീലക്കടൽ പുറത്തു വന്നു. അവിടെ അവർ വിക്കനായൊരു ചെകിടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ്റെ മേൽ കൈവയ്ക്കണമെന്ന് അപേക്ഷിച്ചു. ഇനി 2 പ്രശ്നമുണ്ടായിരുന്നു. ഒന്ന് വിക്കനായിരിക്കുന്നവൻ, ചെകിടനായിരിക്കുന്നവൻ.
എന്തായിരുന്നാലും യേശുക്രിസ്തുവിൻ്റെ അരിക്കൽ കൊണ്ടുവന്ന് അവൻ്റെ മേൽ കൈവച്ച് അവനെ അനുഗ്രഹിക്കണം, അവനെ വിടുവിക്കണം എന്ന് അവരപേക്ഷിക്കുവാനിടയായിത്തീർന്നു. എന്ന് അപേക്ഷിച്ച് അവൻ അവരെ പുരുഷാരത്തിൽ നിന്നും വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവൻ്റെ ചെവിയിൽ വിരൽ ഇട്ടു, തുപ്പി അവൻ്റെ നാവിന്മേൽ തൊട്ട് സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പിട്ടുകൊണ്ട് അവനോട് തുറന്നു വരിക എന്നർത്ഥമുള്ള യഫദ എന്ന് പറഞ്ഞു. അപ്പോൾ യേശുവിൻ്റെ അരിക്കൽ എന്ത് പ്രശ്നമായി വന്നാലും വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ ആരും വൃഥാവായി പോയിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ്, അതായത് കർത്താവ് ഇങ്ങനെ ചോദിക്കുന്ന പലരിലും പല സ്ഥലങ്ങളും ചോദിച്ചതായിട്ട് നമുക്ക് സുവിശേഷത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം എന്ന് നീ ഇച്ഛിക്കുന്നു. ഒരാൾ പറഞ്ഞു, എനിക്ക് കാഴ്ച പ്രാപിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പല ചോദ്യങ്ങളുണ്ട്. അതേ ചോദ്യം, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം എന്ന് ചോദിക്കുന്നു. അപ്പോൾ കുരുടൻ പറഞ്ഞു, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് മറ്റൊരു സ്ഥലത്തിൽ പറഞ്ഞിരിക്കുന്നു, സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇവിടെ അത് മനസ്സിലാക്കിയ ചില വ്യക്തികളാണ് ഈ മനുഷ്യനെയും കൊണ്ട് യേശുവിൻ്റെ അരിക്കൽ വന്നിരിക്കുന്നത്. കർത്താവിനോട് അപേക്ഷിക്കുകയാണ്. എന്താണ്? അവൻ ഇവനെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഇവൻ്റെ മേൽ കൈവച്ച് ഇവനെ സൗഖ്യമാക്കണമെന്ന് അപേക്ഷിച്ചു. അപ്പോൾ എന്താ ചെയ്തത്? പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൊണ്ടുപോയി. പുരുഷാരത്തിൽ എന്ന് പറഞ്ഞാൽ ചിലർ പുരുഷാരം നിമിത്തം പലതിനും സൗഖ്യം പ്രാപിക്കാം, പുരുഷാരം നിമിത്തം ഒന്നിനും കഴിഞ്ഞില്ല എന്ന് പല സ്ഥലങ്ങളിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പുരുഷാരം ചിലപ്പോൾ ഒരു പക്ഷേ തടസ്സമായിരിക്കാം. അപ്പോൾ അതിൽ നിന്നും വേറിട്ട് കർത്താവ് അവനെ കൊണ്ടുപോയതിന് ശേഷം അവൻ്റെ ചെവിയിൽ വിരലിട്ടു, പിന്നെ തുപ്പി അവൻ്റെ നാവിന്മേൽ തൊട്ടു. ഈ രണ്ട് കാര്യം ചെയ്ത നിമിഷത്തിൽ എന്നിട്ട് കർത്താവ് ചെയ്ത് നെടുവേർപ്പിട്ട് പറയുകയാണ്, തുറന്നു വരിക എന്നർത്ഥമുള്ള യഫദ എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ചെവി തുറന്നു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ ചെവി തുറന്നു വന്നപ്പോൾ എന്ത് ചെയ്തു? അവൻ നല്ലതുപോലെ കേൾക്കുവാനും അവൻ്റെ നാവിനെ തൊട്ടപ്പോൾ അവൻ്റെ നാവിൻ്റെ കെട്ടും അഴിയുവാനിടയെത്തുന്നു. അപ്പോൾ നാവിൻ്റെ ബന്ധനം, ചെവിയുടെ ബന്ധനം അവൻ്റെ ജീവിതത്തിൽ അത് അഴിയപ്പെടുവാനിടയെത്തുന്നു. അപ്പോൾ ഇങ്ങനെ ചില കെട്ടുകൾ, ചില ബന്ധനങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ ശക്തിയാൽ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ അതിൽ നിന്നെല്ലാം ഒരു വിടുതൽ പ്രാപിക്കുവാനായിട്ട് ദൈവത്തിന് നമ്മെക്കുറിച്ച് ചില പദ്ധതികളുണ്ട്. നിങ്ങൾക്കും അത് പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് കർത്താവ് ചെവി തുറന്നു എന്നാണ് വായിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യനിൽ തുറക്കപ്പെടേണ്ട ചില വാതിലുകളുണ്ട്. അതിൽ രണ്ടാമത്തെ ഭാഗമായിരിക്കുന്ന ചെവി തുറക്കുക എന്നുള്ള വിഷയമാണ് ഇന്ന് ക്ലാസ്സിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ചെവി കർത്താവത്തൂടെ തുറന്നു തന്നു. അതിന് ഉദാഹരണമാണ് ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിലും അടയപ്പെട്ടിരിക്കുന്ന പല വാതിലുകളും ദൈവത്താൽ തുറക്കപ്പെടേണ്ടത് ആവശ്യമാണെന്ന് തിരുവചനത്തിൽ കൂടി ബുദ്ധി ഉപദേശിക്കുകയാണ്. ഇങ്ങനെ കർത്താവ് നമ്മുടെ ചെവി കർത്താവ് തുറന്നു തന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? നാം ദൈവത്തിൻ്റെ വിളി കേൾക്കുവാനായിട്ട് ഇടയായിത്തീരും. അതിന് എന്ത് ചെയ്യണം? നമ്മൾ 78-ാം സങ്കീർത്തനം 1-ാമത് വാക്യം ഇങ്ങനെ വായിക്കുന്നു, എൻ്റെ ജനമേ എൻ്റെ ഉപദേശം ശ്രദ്ധിപ്പിൻ, എൻ്റെ വായ്മൊഴികൾക്ക് നിങ്ങളുടെ ചെവി ചായ്പിൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്നുകൂടെ വായിക്കുന്നു, എൻ്റെ ജനമേ എൻ്റെ ഉപദേശം ശ്രദ്ധിപ്പിൻ. ദൈവത്തിൻ്റെ ഉപദേശം നാം ശ്രദ്ധയോടെ കേൾക്കണമെന്നാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സങ്കീർത്തനത്തിൽ അത് പ്രബോധിപ്പിക്കുകയാണ്. എൻ്റെ വായ്മൊഴികൾക്ക് നിങ്ങളുടെ ചെവി ചായ്പിൻ. കർത്താവ് നമ്മോട് എന്താണ് പറയുന്നതെന്ന് വളരെ ശ്രദ്ധിച്ച് കേൾക്കുവാനായിട്ട് നമ്മുടെ ചെവി ചായ്ച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയണമെന്നാണ് ഇവിടെ സങ്കീർത്തനത്തിൽ കൂടി സങ്കീർത്തനക്കാരൻ നമ്മോട് പറയപ്പെടുവാൻ ഇടയായിത്തീരുന്നത്. അപ്പോൾ കർത്താവ് ചെവി തുറന്നു കഴിഞ്ഞാൽ ദൈവശബ്ദം കേൾക്കണം, ദൈവത്തിൻ്റെ വചനം കേൾക്കണം, ദൈവത്തെക്കുറിച്ചുള്ള ഇടപെടൽ നാം മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരവസ്ഥയിൽ ആയിത്തീരുവാൻ കർത്താവ് നമുക്ക് സാഹചര്യങ്ങളെ ഒരുക്കിത്തരും. അപ്പോൾ മാത്രമല്ല, പിന്നെയും ദൈവത്തിൻ്റെ വിളികൾ കേൾക്കുവാനും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ കേൾക്കുവാനും അത് പ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കപ്പെടുവാനും നമുക്ക് അവസരങ്ങളെ ദൈവം ഒരുക്കിത്തരും. മോശ ദൈവത്തിൻ്റെ വിളി കേൾക്കുവാൻ ഇടയായിത്തീർന്നു. ശമൂവേൽ ദൈവത്തിൻ്റെ വിളി കേൾക്കുവാൻ ഇടയായിത്തീർന്നു. ശൗൽ ദൈവത്തിൻ്റെ ആ ശബ്ദം കേൾക്കുവാനിടയായിത്തീർന്നു. മഗ്ദലക്കാരത്തി മറിയ കർത്താവിൻ്റെ ശബ്ദം തിരിച്ചറിയാനുള്ള ഇടയായിത്തീർന്നു. ഇങ്ങനെ വിശുദ്ധ ബൈബിൾ ഉൽപ്പത്തി മുതൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഓരോ പുസ്തകത്തിലും ചരിത്രങ്ങളെന്ന് പഠിക്കുമ്പോൾ പല ദൈവഭക്തന്മാരും ദൈവത്തിൻ്റെ വിളി കേൾക്കുവാനായിട്ടും അപ്രകാരമുള്ള ജീവിതത്തെ ക്രമീകരിക്കപ്പെടുവാനും ഇടയായിത്തീർന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ സാന്നിധ്യം കേൾക്കാൻ, ദൈവശബ്ദം കേൾക്കുവാൻ, ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായിട്ടും സുവിശേഷ പ്രസംഗം കേൾക്കുവാൻ ഒക്കെ നാം എന്തായിത്തീരണം?
ഇഷ്ടമുള്ളവരായിരിക്കും. മുമ്പേ നമ്മൾ കേട്ടതുപോലെ ചിലർക്ക് ഇതിനൊന്നും ഇഷ്ടമല്ലാതെ ഇരിക്കുമ്പോൾ നാം ഇഷ്ടമുള്ളവരായി തീരണം, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരണമെങ്കിൽ എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം ചിന്തിച്ചത്. എന്ത് ചെയ്യണം? നമ്മൾ ചെവി അടഞ്ഞു പോയത് എന്ത് ചെയ്യണം? എന്നും അങ്ങനെ ആയിത്തീരുവാനല്ല കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മുടെ ധരിക്കുന്ന ചെവിക്ക് ഒരു പരിച്ഛേദന ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ ഒരു വേർപാട് ആവശ്യമാണ്. പിന്നെ പുരോഹിതൻ, പഴയ നിയമകാലത്ത് പുരോഹിതനുമായി തിരഞ്ഞെടുക്കപ്പെടുന്ന വലത് കാലിൽ രക്തം പുരട്ടണം. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കുഞ്ഞാടിൻ്റെ രക്തം അവിടെ പുരട്ടണമെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരമുള്ള ഒരു വേർപാട് നമുക്ക് ആവശ്യമാണെന്നുള്ളതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കൽപ്പന പാലിച്ചാൽ ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കുവാനിടയെത്തിയിരുന്നാണ് അടുത്തത് നമ്മൾ ചിന്തിച്ചത്. 1 ശമൂവേലിൻ്റെ പുസ്തകം 3 ശമൂവേൽ ബാലൻ്റെ ചരിത്രമുള്ള ബന്ധത്തിൽ എന്ത് ചെയ്തു? അവൻ ദൈവശബ്ദം കേട്ടതുപോലെ തന്നെ നമുക്കും ദൈവശബ്ദം കേൾക്കുവാൻ ഇടയെത്തിയിരുന്നു. അപ്പോൾ ഒരു പക്ഷേ നമ്മൾ ചിന്തിച്ചേക്കാം, എങ്ങനെ ദൈവം നമ്മോട് നേരിട്ട് സംസാരിക്കുമോ? ചിലപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ അങ്ങനെ സംഭവിക്കാം. ഇല്ലെങ്കിൽ തിരുവചനത്തിൽ കൂടി നമ്മുടെ ദൈവം ആലോചന പറയും, സുവിശേഷ പ്രസംഗത്തിൽ കൂടി നമ്മുടെ ആലോചന, സ്വപ്നത്തിൽ കൂടി നമ്മോട് സംസാരിക്കും, ദർശനത്തിൽ കൂടി നമ്മോട് സംസാരിക്കും, സംഗീതത്തിൽ കൂടി നമ്മോട് സംസാരിക്കും എന്ന് വേണ്ട ദൈവത്തിൻ്റെ പ്രവർത്തിപ്പം പല മാധ്യമങ്ങളുണ്ട് ഈ കാലഘട്ടത്തിൽ. അപ്പോൾ എങ്ങനെയാണെങ്കിലും ദൈവം നമ്മോട് സംസാരിക്കുവാനായിട്ട് ഇടയായിത്തീരും. പക്ഷേ അത് കേൾക്കണമെങ്കിൽ നമ്മുടെ ചെവി തുറന്ന് കിട്ടണം. കർത്താവ് നമ്മുടെ ചെവി തുറന്ന് തരുമ്പോൾ നമുക്ക് ആ ദൈവശബ്ദം കേൾക്കട്ടെ. അവിടെ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കണം, എന്താണ്? കർത്താവ്, എൻ്റെ ചെവി എനിക്കും ആ ദൈവശബ്ദം കേൾക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ദൈവത്തിൻ്റെ സ്ഥലത്തിൽ അടിയനെ സമ്പൂർണ്ണമായി സമർപ്പിക്കപ്പെടുന്നു. യെശയ്യാ പറഞ്ഞ അടിയനെ അയക്കണമെന്ന് പറഞ്ഞതുപോലെ ദൈവസന്നിധിയിൽ നമുക്കൊരു തീരുമാനം, പ്രതിഷ്ഠയും ഉള്ളവരായി തീരുവാൻ കർത്താവ് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ നിർത്തുന്നു. എന്താണ്? ചെവി തുറന്ന് കിട്ടണം. മനുഷ്യനിൽ അടയപ്പെട്ട രണ്ടാമത്തെ വാതിലാണ് നാം ചിന്തിച്ചത് ഇന്നത്തെ ക്ലാസ്സിൽ. കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു, കണ്ണ് തുറന്നു കിട്ടി. 2, ഇന്നത്തെ ക്ലാസ്സിൽ നാം ചിന്തിച്ചത് ചെവി തുറന്ന് കിട്ടി. അടുത്ത ക്ലാസ്സിൽ ബാക്കി ഭാഗങ്ങൾ എടുക്കുന്നതായിരിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ക്ലാസ് നിർത്തുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുമാറാട്ടെ. ഒരു വാക്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, നല്ലത് മനോഹരമായിരിക്കുന്ന നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. തിരുവചന പഠനത്തിലുള്ള ബന്ധത്തിൽ അടിയങ്ങളിൽ നിമിഷമായിരുന്നല്ലോ. എത്രത്തോളം കർത്താവിനെ അനുഗ്രഹിച്ചനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ അനുഗ്രഹിച്ചനായി സ്തോത്രം. കേൾവിക്കായിരിക്കുന്ന മക്കളെല്ലാം തൃക്കലേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ കേട്ടതായിരിക്കുന്ന കാര്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ അവരെ ഇടയാക്കി തരണം. അവരുടെ ചെവികൾ അത് കേട്ട് അത് ഹൃദയത്തെ സംഗ്രഹിക്കാൻ അവർക്ക് ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 30, 60, 100 മേനി വിളയുവാൻ കർത്താവ് അവരോട് നീ ഇടപെടുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. സംസാരിപ്പാനിടയിൽ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ദൈവനാമം മഹത്വം എടുക്കണം. പ്രാർത്ഥന കെട്ടിക്കാല സ്തോത്രം. സകലതും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.